സ്നേഹമുള്ളവരെ, വ്രതസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പരമാവധി അകന്നുകൊണ്ട് നിൽക്കുക. എല്ലാവർക്കും പങ്കെടുക്കേണ്ടതാണ്, എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ചുകൂടെ അകന്ന് ഈ ഉള്ളിൽ തിക്കി നിറഞ്ഞ് നിൽക്കാതെ മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അതേപോലെ പള്ളിയിലോട്ട് വരുമ്പോൾ പള്ളിക്കുള്ളിൽ 20 പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ഓർപ്പിക്കുക. അത്യാവശ്യമുള്ളവർ മാത്രം വരിക, ബാക്കിയുള്ളവർ ഇവിടെ നിന്നും തിരിഞ്ഞു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വനനീയർ വിജയം അനുദമിക്കുന്ന പാപികളുടെ എനിക്ക് സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്തിൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചന്ദ്രത്തിനെയും തിരുമ്പും സുഗന്ധദ്രവ്യങ്ങളെയും പരിമള സത്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിലേക്ക് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും അനേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ യുദ്ധത്തിന്റെ ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളെ സന്താനങ്ങളെ ഉദ്ധാനപ്പെട്ട് നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം.
അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്ക്. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. ശാന്തി നിനക്കു പകർന്നിടും. മർത്യന പുലരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും മർത്യദേവം സകലേശൻ നികരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തുവരം ഭാഗേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മറ്റവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേണ്ടി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായതിനെ ഞങ്ങളുടെ പക്കലേക്ക് ജനതകാരുണത്തിനേക്കും സ്തുതിയാമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം.
എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിചാരമാകുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹിക്കപ്പെടുന്ന വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമി വിട്ടുപോകേണ്ടവരാണ്. ഈ ജീവിതം അല്പനേരം കഴിയുമ്പോൾ ഇവിടെ കാണണമെന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെന്നില്ല. ഈശോ പറഞ്ഞു, 2 പേർ ഒരുമിച്ച് കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. ദൈവ നിശ്ചയപ്രകാരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മുത്തൂറ്റിൽ ഫിലിപ്പ് പാപ്പന് അന്തിമോപചാരം അർപ്പിക്കുവാൻ നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തില് പാപ്പന്റെ ദേഹവിയോഗത്തില് കനത്ത ദുഃഖം അനുഭവിക്കുന്ന മേരി ചേച്ചി, മക്കൾ ബേബി, ജോഷി, ജോബി, മരിയ, കൊച്ചുമക്കളെ, ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ ദുഃഖത്തില് ഞാനും പങ്കുചേരുകയാണ്. വികാരിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഈ ഭവനത്തിൽ പല പ്രാവശ്യം വന്നപ്പോഴും അസുഖത്തിന്റെ ആധിക്യത്തിലും അപ്പാപ്പനുമായി കുറേയേറെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കുടുംബക്കാർ അപ്പാപ്പനോട് കാണിക്കുന്ന സ്നേഹവും കരുതലും എന്നെ ഒത്തിരിയേറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റവരുടെ ശുശ്രൂഷ ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണ്. പാപ്പന്റെ മക്കളും അതുപോലെ തന്നെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും പ്രിയപ്പെട്ട അപ്പാപ്പന് സ്നേഹ ശുശ്രൂഷ നൽകുവാൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. അതിനവർ ഒരു മടിയും കാട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് സിസ്റ്റർ ക്ലാരമ്മയുടെ കൂടെയുള്ള ഈ സന്ദർശനം അപ്പാപ്പന് ഒത്തിരി ആശ്വാസമായിരുന്നു. ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധിയാണ് നാം ഇവിടെ കാണുക. നിങ്ങൾ അപ്പാപ്പനോട് കാണിച്ച ഈ ഒരു വലിയ സ്നേഹ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകട്ടെ. 78 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച മുത്തൂറ്റിൽ ഫിലിപ്പ് പാപ്പൻ ഇന്നും ജീവിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടാണ് ഈ പ്രിയ പിതാവ് ഇവിടുന്ന് കടന്നു പോകുന്നത്. അതിലൊന്ന്, തന്റെ കുടുംബത്തിന് വേണ്ടി ആദ്യകാലം മുതൽ അത്യധ്വാനം ചെയ്തു എന്നുള്ളതാണ്. തന്റെ രക്തവും വിയർപ്പും ഈ കുടുംബത്തിന്റെ അടിത്തറയ്ക്ക് വേണ്ടി ഒഴുക്കിയപ്പോൾ അപ്പാപ്പൻ നമുക്ക് നൽകുന്ന സന്ദേശം അധ്വാനത്തിന്റെ വലിയൊരു പാഠമാണ്. ഈ പാഠം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാം. ക്രൈസ്തവ വിശ്വാസത്തില് അടിയുറച്ച ജീവിതമായിരുന്നു ഫിലിപ്പ് പാപ്പന്റേത്. നമ്മുടെ ദേവാലയം, തോമാസ് ശ്ലീഹ, വിശുദ്ധ കുർബാന, ഇതൊക്കെ ഈ പിതാവിന്റെ ഹൃദയത്തില് കുടികൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പള്ളിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്ന സ്ഥലം വീണ്ടെടുക്കുവാൻ വീറോടും വാശിയോടും കൂടി മുന്നോട്ടിറങ്ങുകയും അത് പള്ളിയുടേതായി സ്ഥാപിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് കലാപരിപാടികൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമാ നടൻ ആലുമൂടന്റെ ആരടാ വലിയവൻ എന്ന നാടകം അവതരിപ്പിക്കുവാനുള്ള ഫണ്ട് ശേഖരണത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങുകയും
ആ നാടകം ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പാഞ്ചാലിമേളം എന്ന കലാരൂപം ആദ്യമായി നമ്മുടെ തിരുനാളിന് കൊണ്ടുവന്നതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചതും അപ്പാപ്പനാണ്. പുന്നത്ര പള്ളിയുടെ ദുഃഖ്രാന തിരുനാളിന് ആനയുടെ സാന്നിധ്യം വേറിട്ട കാഴ്ചയാണ്. മറ്റൊരു പള്ളിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ആദ്യകാലങ്ങളിൽ ഇതിന് ചുക്കാൻ പിടിച്ചത് ഫിലിപ്പ് പാപ്പനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ദേവാലയത്തോടുള്ള സ്നേഹവും കൂറും വളരെ വളരെ വലുതായിരുന്നു. രമണ മഹർഷി ഒരിക്കൽ ഇങ്ങനെ പാടി: ഈശ്വരാർപ്പിതം നേർച്ചയാകൃതം, ചിത്തശോധകം മുക്തിസാധകം, കർത്തരാജ്ഞയാൽ പ്രാപ്യതേ ഫലം, കർമ്മകിംബരം കർമ്മ തജ്ജടം. മഹർഷി പറയുന്നു, ഈശ്വരാർപ്പിതമല്ലാത്ത പ്രവൃത്തി ജഡമാണ്, അത് ഒന്നിനും ഉപകരിക്കുകയില്ല എന്ന്. ഫിലിപ്പ് പാപ്പൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു സത്യമാണ്. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് കുടുംബജീവിതം നയിച്ചു. ഹെബ്രായർക്കുള്ള ലേഖനം നാം ഇങ്ങനെ കാണുന്നു, 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന്. തന്റെ എളിയ വിശ്വാസത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഫിലിപ്പ് പാപ്പൻ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അപ്പാപ്പൻ നൽകിയ ഈ ഒരു വലിയ വിശ്വാസ ചൈതന്യം വരും തലമുറയ്ക്ക് കൈമാറുവാൻ മക്കളായി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലവനായ ദൈവം ജീവന്റെ പുസ്തകത്തിൽ ഫിലിപ്പ് പാപ്പന്റെ പേര് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ രാജ്യത്ത് ദേവാലയത്തിന്റെ ചിത്രത്തൂണുകളിൽ ഫിലിപ്പ് പാപ്പന്റെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. നിത്യതയുടെ തീരത്ത് സർവ്വസൈന്യാധിപനായ ദൈവം അപ്പാപ്പന്റെ പാപങ്ങൾ പുറത്ത് സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അപ്പാപ്പന്റെ സഹധർമ്മിണി മേരി ചേച്ചിക്കും കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ പിതാവിന് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സ്വന്തത്തോടും സത്യോടും കൊള്ളുന്ന കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലെ കൃപയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുക്ഷമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലത്തായി നിന്റെ അമൂല്യമായ രക്തം ചെയ്ത് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴിയും മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി ആസന്നമനത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ ചാർത്തക്കാരെ ആസ്വദിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ വേദനയുടെ പാപങ്ങൾ മായ്ക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മകനീയമായ ത്രിത്വത്തിന്റെ അധികങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽപ്രത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിത ചെയ്തിടലും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി
ഞാൻ പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരുനാൾ ഓർക്കുക മർത്യാനീ, കൂടെപ്പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദയിലേക്ക് ദൈവം നമ്മുടെ ഈ പ്രിയപ്പെട്ട പിതാവിനെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഭവനത്തിലെ കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ദേവാലയത്തിലേക്ക് മൃതശരീരവുമായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം, സ്വന്തക്കാർ മാത്രം അങ്ങോട്ട് വരുവാനായിട്ട് പരിശ്രമിക്കുക. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് തന്നെ പോകുവാനായിട്ട്, കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് പോകുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളീണ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമോ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോർക്കണേ.
വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ചേട്ടാ ഈ നെറ്റായിട്ട് കണക്റ്റഡ് അല്ല യൂട്യൂബിലൊന്നും കാണാൻ പറ്റില്ല. റേഞ്ച് വേദനിക്കും. യൂകെ ഓസ്ട്രേലിയ ഒക്കെ കാണുന്നു കണ്ടാവോ? പറഞ്ഞില്ലേ ചേട്ടാ വേറെ നെറ്റ്വർക്ക് ഇപ്പം എല്ലാവർക്കും കാണണം. ഞാൻ കണക്ട് പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിയിടാൻ കഴിവില്ലാത്തോ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യനിരുന്നി അണയിട്ടേ ഞാൻ അന്തിമയാത്ര എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി ദൈവിക ഭവനം പോകും നേരം
താക്കോല് വണ്ടി വരണേ. ആ കേബിൾ എടുക്ക, കേബിള് യൂക്കലിന് ആരും കാണുന്നേ എടുക്കാം, കിട്ടുന്നില്ല യൂക്കലിന്. ആ പള്ളിയിൽ കാണിക്കാൻ പറ്റും. ആ ഞാൻ തരികെ പോകുന്നു. ഏറ്റവും അടുത്ത കുടുംബക്കാർ 20 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും പള്ളിക്ക് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത കുടുംബക്കാർ 20 പേരൊഴികെ ബാക്കി എല്ലാവരും പള്ളിക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കേണ്ടതാണ്. കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാന പ്രദേശങ്ങളിൽ
വിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരണത്തെ നിങ്ങൾ ശരികളെ ഔദാര്യവും ജീവിതത്തെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. ദൈവത്തിന്റെ ഫലമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയവാദകരമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും
അവനെ നിന്റെ മനോഹരമാകുന്നു നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിലെ ഈ കൗരവം നീ നോക്കിയിരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവുമായ സ്വഭാവം നീ എന്നെ കളിക്കുക, ഞാൻ നിർമ്മലനാകും. മനുഷ്യാദി കൊടിയാകുന്നു, കൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് സകലത്തിന്റെ നാഥനാദൈവം നിന്നെ ഒരുക്കിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വാഗ്ദാനത്തോടെ നീ സ്വീകരിച്ച വിശുദ്ധ അത്യുന്നത ദൈവത്തിന്റെ ആസനങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. മനുഷ്യാദി കൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർക്കൊള്ളുക. എന്റെ കർത്താവേ, ഞാൻ വിളിക്കുന്നു, മഹിമയോടും തിരുമൊഴിയാൽ കർത്താവേ നീയായുമ്പോൾ കരുണയുടെ ഉത്തമേ നല്ലൊരു സ്വരം ഭാഗേ. നിന്നെ
പരിശുദ്ധൻ നിന്നുവ ഞങ്ങൾ കേളണമേ.
അവിടെ നിന്ന് മാറി എല്ലാവർക്കും ചായ അറേഞ്ച് ചെയ്തിട്ട് പള്ളിമുറിയുടെ താഴെയുള്ള മിനി കോൺഫറൻസിലായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ആഗ്രഹിച്ചു. ഇപ്പം പെട്ടെന്ന് പോണേ വീട്ടിൽ പോണേ പെട്ടെന്ന്
രാജ്യം പറഞ്ഞേ അങ്ങയുടെ തിരുമുഖത്തിലെ മറിയമേ നിനക്ക് സ്വസ്ഥ നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിങ്ങളുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വിശ്വാസിയുടെ ആത്മാക്കൾക്ക് അതിൻ്റെ മരണത്താലെ മൊത്തത്തിൽ ചേരുവാനും ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം മാറണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തിലെ പല ഭൂമിയിലും നന്മ നിറഞ്ഞു മറിയുമേ നിനക്ക് സ്വസ്ഥയുള്ളാവേ ഇവിടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദരിദ്രഫലം ആഴ്ച അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട പിതാവിനും പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് കമലാൻ അനുഗ്രഹത്താത്മാസം ചെയ്തു സമാധാനം